അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തജ്വീദിൽ നിന്നും 2023-24 കൊല്ലപരീക്ഷയുമായി ബന്ധപ്പെട്ട് തജ്വീദിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് മോഡൽ ചോദ്യങ്ങളാണ്. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് താഴത്തെ ഏത് ചോദ്യത്തിനാണ് യോജിച്ചതെങ്കിൽ അതിന് നേരെ എഴുതി കൊടുക്കുക. 1. അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയപ്പെടും. അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയപ്പെടുന്ന പേര് ലാമുൽ ജലാല. 2. മദ്ദിൻ്റെ ഹർഫുകൾ. നമ്മൾ മദ് നീട്ടാൻ ഉപയോഗിക്കുന്ന ഹർഫുകൾ ഏതാണ്ടിൽ ബ്രാക്കറ്റിൽ കാണാം. അലിഫ്, ലാ. 3. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ മീമിനെ എന്ത് ചെയ്യും? മണിച്ചു ഉച്ചരിക്കും. ചോദ്യം 4. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമാണ്. 5. റാഇൻ്റെ ശബ്ദം നേർപ്പിച്ച് ഉച്ചരിക്കലാണ്. അതിന് പറയുന്ന പേര് തർഖീഖ്. 6. നാവിൻ്റെ ഗതി ഉയരലാണ് തഫ്ഖീം. എന്താണ് തഫ്ഖീം എന്നും എന്താണ് തർഖീഖ് എന്നും പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വേർതിരിക്കാം. മദ്ദുകൾ വേർതിരിക്കാനാണ്. 1. മദ് മുത്തസിൽ. മുത്തസിലായ മദ് വേർതിരിക്കുക. എവിടെയാണ് മുത്തസിലായ മദ്ദുള്ളത്? 1. അമ്മ യതസാഅലൂൻ. അത് മദ് മുത്തസിലാണ്. 2. മദ്ദുൽ ലാസിം. മദ്ദുൽ ലാസിമിൽ ഇതിൽ കലിമീ മുസക്കലുണ്ട്. അൽഹാഖത്തു മൽഹാഖ. പിന്നെ അതുപോലെ തന്നെ ലാസിമിൽ ഹറഫി മുസക്കലുണ്ട്. അലിഫ് ലാം മീം. അതുപോലെ മദ്ദുൽ ലീൻ. മദ്ദുൽ ലീനിന് 2 ഉദാഹരണങ്ങളുണ്ട്. ലക്കും ഫീഹാ ഖൈർ. 2. വആമനഹും മിൻ ഖൗഫ്. അവിടെ മദ്ദുൽ ലീനാണ്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. ഇദ്ഗാം. എന്താണ് ഇദ്ഗാം? ഉത്തരം: സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദത്തോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നു. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. 2. ഇമാലത്ത്. എന്താണ് ഇമാലത്ത്? ഉത്തരം: ഇമാലത്ത് എന്നാൽ എകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. 3. മദ് ആരിദ്. ഉത്തരം: ഓതിക്കൊണ്ടിരിക്കെ മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ പുതുതായി വരുന്നു. ഇതിന് മദ് ആരിദ് എന്ന് പറയുന്നു. ചോദ്യം 4. ഖമരിയായ അക്ഷരങ്ങളിൽ നിന്ന് 3 എണ്ണം. ഖമരിയായ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാകെ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമ. ഇതാണ് ഖമരിയായ അക്ഷരം. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം പറയാം. 1. ഖുർആനിൽ ഏത് സൂറത്തിലാണ് ഇമാലത്ത് ചെയ്യേണ്ടത്? സൂറത്ത് ഹൂദിലാണ്. ആ വാക്ക് ചോദിച്ചാൽ സൂറത്ത് ഹൂദിലെ 41-ാം ആയത്തിലാണ്. ബിസ്മില്ലാഹി മജ്രേഹ. ചിലപ്പോൾ ചോദിച്ചാൽ എഴുതേണ്ടി വരും കേട്ടോ. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. ഇനി അടുത്ത ചോദ്യം ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഖാ, സാദ്, സീന്, ഗൈന്, താ, ഖാഫ്, ലാ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഖുസ്സ വയത്തിൻഖിദ് എന്ന് പറഞ്ഞാൽ മതി. എല്ലാ അക്ഷരങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഇനി അടുത്ത ചോദ്യം, ത്വാഇനെ
തായിൽ ഇദ്ഗാം ചെയ്യുന്നതിൻ്റെ പേരെന്താണ്? ഉത്തരം ഇദ്ഗാമു മുത്തജാനിസൈനി. ചോദ്യം 4. സുക്കൂനായ മീമിൻ്റെ നിയമങ്ങൾ ഏതെല്ലാം? 3 1 ഇദ്ഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ചോദ്യം 1. റാഇനെ തഫ്ഖീമാക്കുന്ന സ്ഥലങ്ങൾ. 1. റാഇന് ഫത്ഹോ ലമ്മോ ആയിരിക്കുക. 2. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ ആയിരിക്കുക. 3. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ആരിളായ കസറാണ്, അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പുള്ള അക്ഷരം മറ്റൊരു പദത്തിലാണ്. 4. സുക്കൂനുള്ള റാഇൻ്റെ മുമ്പുള്ള കസർ അസ്ലിയായിരിക്കെ റാഇൻ്റെ ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. 5. വഖഫ് ചെയ്തതിനാൽ റാഇന് സുക്കൂൻ വരുമ്പോൾ റാഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹറഫും അതിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മോ ഉള്ള ഹറഫും ഉണ്ടാവുക. ഇതാണ് റാഇനെ തഫ്ഖീമാക്കുന്ന സ്ഥലങ്ങൾ. 2. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. 1. നല്ല വസ്ത്രം ധരിക്കുക. 2. സുഗന്ധം ഉപയോഗിക്കുക. 3. മിസ്വാക്ക് ചെയ്യുക. 4. അർത്ഥവും ആശയവും ചിന്തിക്കുക. 5. ഖിബലക്ക് മുന്നിടുക. 6. ശുദ്ധി ഉണ്ടായിരിക്കുക. 7. ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കുക. 8. ഭയഭക്തി ഉണ്ടായിരിക്കുക. 9. ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക. 10. ഖിറാഅത്ത് തുടങ്ങുമ്പോൾ അഊദും ബിസ്മിയും ചൊല്ലുക. 11. അവസാനിക്കുമ്പോൾ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. 12. തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യുക. ഇതെല്ലാം ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകളാണ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. ഇബ്ഗി ഡാഷ് ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമ. 2. ഖുസ്സ ഡാഷ് ഖുസ്സ ഇഗ്തിൻഖിദ്. അടുത്ത പ്രവർത്തനം ഉദാഹരണം എഴുതാം. 1. ഇദ്ആമു മുതഖാരിബൈനി. പാഠത്തിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇദ്ആമു മുതഖാരിബൈനിക്കുള്ള ഉദാഹരണം: 1. ബർറബ്ബുക്കും ബർറബ്ബുക്കും എന്നുള്ള 1. 2. അലം നഖ്ലുക്കും അലം നഖ്ലുക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ 5ാമത്തെ പാഠത്തിൽ നമ്മൾ ഇദ്ഗാമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ താഇനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നതിൻ്റെ ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ലഇം ബസത്ത, അതുപോലെ അഹത്തു, അതുപോലെ അലാമാ ഫറത്തു. ഇതോടുകൂടെ നമ്മുടെ തജ്വീദിലെ ചോദ്യോത്തരം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.